അന്ന് ഗ്രാൻഡ് മോസ്കിലേക്ക് പോകുന്ന സമയത്ത് പകല് വീഡിയോ എടുത്തിട്ട് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ വീഡിയോ എടുത്ത സ്ഥലമാണ് ഈ കാണുന്നത്. നോക്കിയാട്ടെ എന്ത് ഭംഗിയിലാണ് രാത്രി ഡെക്കറേറ്റഡൊക്കെ വെച്ചത് അല്ലേ. ഇത് ഫുജറയിൽ മൊത്ത ഭാഗങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇതേപോലെ ഉണ്ടോ ഈ കാണുന്ന ലൈറ്റ് ഇതിങ്ങനെയെല്ലാം വെച്ച്. ഗുഡ് ഈവനിങ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക്. കുറേ കാലമായല്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി, ജോലി തിരക്ക്. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഇന്ന് നല്ലൊരു ദിവസം, എല്ലാവർക്കും ഈദ് നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കിടക്കുകയാണ്. അപ്പോൾ ഫുജറയിൽ രാത്രിയിൽ നമ്മുടെ ഈദായ ദിവസം നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ തലേന്നാണ് ഇന്നെടുക്കുന്നത്. തലേന്ന് നമ്മുടെ ഗ്രാൻഡ് മോസ്കിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ്. ഫുജറ സിറ്റി രാത്രി കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണിക്കാനും പിന്നെ കുറേ കാലം വീട്ടിലെടുത്തിട്ട് അപ്പോൾ ഒരു വീഡിയോ ആവട്ടെ എന്ന് കരുതി അങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഈദ് മുബാറക്ക്. പണ്ട് തുടങ്ങുമ്പോൾ പള്ളീൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു തുടങ്ങിയത്. അതേപോലെ തന്നെ അത് ഫുജറയിൽ വന്നിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് തുടങ്ങി, എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള സ്ഥലം. അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ ഒന്ന് എന്താ പറയുക, എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് ആ ഭാഗത്തുള്ള റോഡിലെല്ലാം കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നമുക്കൊന്ന് യാത്ര പോകാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് എയർപോർട്ടിൻ്റെ ഭാഗത്തുള്ള റൗണ്ട് അബൌട്ടാണ്. കണ്ടോ, ഇവിടെയൊക്കെ ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞ് ലൈറ്റൊക്കെ വെച്ചു അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന എയർപോർട്ടാണ്. എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു റൗണ്ട് അബൌട്ട്. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് ഈ റൗണ്ട് അബൌട്ടിൻ്റെ അടുത്തുള്ള ഡെക്കറേഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ട്. ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് മോസ്കിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഗ്രാൻഡ് മോസ്കിൻ്റെ ഭാഗങ്ങളൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രാൻഡ് മോസ്ക് നമ്മൾ പകലല്ലേ ചെയ്തത്, രാത്രി ഉണ്ടെന്ന് കാണാൻ ഏതായാലും. ഇത് റൗണ്ട് അബൌട്ട് ഓക്കെ, ഡെക്കറേറ്റ് വെച്ച് നോക്കിയട്ടെ, ഇത് രസമല്ലേ, കണ്ടില്ലേ. ഇത് ഇവിടെ കുറേ റൗണ്ട് ബോട്ടുകളുണ്ട്. എല്ലാ റൗണ്ട് ബോട്ടുകളിലും ഇതേപോലെ ഡെക്കറേഷൻ ലൈറ്റുമായിട്ട് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ് രാത്രിയൊക്കെ. ആ കാണുന്ന ലൈറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതല്ലേ, അതൊരു പരുന്തിൻ്റെ സ്റ്റാച്യു ആണ്. പക്ഷെ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് കാണിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ട് പോവാത്തത്. പരുന്തിൻ്റെ സ്റ്റാച്യു അങ്ങനെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ലൈറ്റ് കണ്ടാ, എയർപോർട്ടിൻ്റെ ഭാഗമുള്ള കേട്ടാ, എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഭാഗമാണിത്. എന്താ ഫ്ലൈറ്റ്സൊക്കെ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റ്സിൻ്റെ മുകളിലെ ഭാഗമാണ് കാണുന്നത്. കുറേ കാലമായില്ല വീഡിയോ ഒക്കെ ഇടാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈദിൻ്റെ തലേന്ന് എങ്ങനെയുണ്ട് നമ്മുടെ ഫുജറ സിറ്റിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പം എന്താ പറയുക, ഇനി ജോലി തിരക്കൊക്കെയാണ്. അപ്പോൾ വീഡിയോസ് കുറച്ചായിട്ടേ ഉണ്ടാവുള്ളൂ. നാട്ടിലുള്ള പോലെ കൂടുതൽ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഏതായാലും നോക്കി ഞാൻ കണ്ടറിഞ്ഞ് നോക്കി ഇങ്ങനെ ചെയ്യും കേട്ടോ. അന്ന് ഗ്രാൻഡ് മോസ്കിലേക്ക് പോകുമ്പോൾ പകലെടുത്ത സ്ഥലങ്ങളാണ്, പകലിൽ ഞാൻ വീഡിയോ എടുത്ത സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ നോക്കിയാൽ ഡെക്കറേറ്റ് ചെയ്ത് രാത്രിയിൽ എന്ത് രസത്തിലാണ് ഇതൊക്കെ അല്ലേ. നോക്കിയാട്ടെ എന്ത് ഭംഗിയിലാണ് രാത്രി ഡെക്കറേറ്റഡൊക്കെ വെച്ചത് അല്ലേ. ഇത് ഫുജറയിൽ മൊത്ത ഭാഗങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇതേപോലെ ഉണ്ടോ ഈ കാണുന്ന ലൈറ്റ് ഇതിങ്ങനെയെല്ലാം വെച്ച് എല്ലാ സ്ഥലങ്ങളും. നേരത്തെ ഇപ്പം റൗണ്ട് ബോട്ട് ഞാൻ കാണിച്ചു തന്നു. അവിടെ നിന്ന് നടന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു. ഈ ഭാഗങ്ങളൊക്കെ ഇതേപോലെ വെച്ചിട്ടുണ്ടാവും എല്ലാ ഭാഗങ്ങളും. ഫുജറ സിറ്റിയുടെ ഒരുവിധ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് നടന്നിട്ട് പോയിട്ട് എല്ലായിടത്തും കാണിക്കാനും പറ്റില്ല, വണ്ടിയും ഇല്ല, അതുകൊണ്ടാണ് ആ ഭാഗങ്ങളൊന്നും കാണിക്കാത്തത്. ഏതായാലും ഗ്രാൻഡ് മോസ്ക് രാത്രിയിൽ എങ്ങനെയുണ്ടാവും നമുക്ക് കാണാമല്ലോ. അടിപൊളി ബ്യൂട്ടിയാണ്, സൂപ്പറാണ്. അതെല്ലാം നിങ്ങൾ പകൽ കണ്ടിട്ടുണ്ടല്ലോ, രാത്രി എങ്ങനെയുണ്ട് നമുക്കൊന്ന് കാണാം. കണ്ടോ ഗ്രാൻഡ് മോസ്ക് രാത്രിയിലെ കണ്ടോ, അടിപൊളി കാഴ്ചയല്ലേ. അതിനടുത്ത റൗണ്ട് ബോട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഓളം ഡെക്കറേഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ വന്ന വഴി കൂടി നല്ല അടിപൊളി ഡെക്കറേഷൻ അല്ലേ, അടിപൊളി. ഇത് വേറെ വഴിക്ക് കൂടിയാണ് പോകുന്നത് കണ്ടോ. ഈ വഴി പോകുമ്പോൾ വളരെ ഡേഞ്ചറാണ് കണ്ടോ. ചുമരിനോട് ചേർന്നിട്ടുള്ള റോഡ് കണ്ടോ. ഇവിടെ നമ്മൾ താഴെ ഇറങ്ങിയിട്ട് തന്നെ
ക്രോസ് ചെയ്യണം. ഇതാ ഇങ്ങനെ വണ്ടികളും വരുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ട് ക്രോസ് ചെയ്യണം. ഇതാ രാത്രിയിൽ ഗ്രാൻഡ് മോസ്ക് കാണാൻ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇത് രസമല്ലേ? ഞാൻ കരുതി ഇതിനുള്ളിൽ ഡെക്കറേഷൻ ഉണ്ടാവും. ഇല്ല, കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ ഇവിടുത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനി നാളെ രാത്രി തുറക്കുള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ വൈകുന്നേരം വന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ പാർക്കിങ്ങിൽ ആൾക്കാരുണ്ടായിരുന്നു, നല്ല ആളെ തിരക്ക് കണ്ടു. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ ഇന്ന് വൈകുന്നേരം ഈദിൻ്റെ സമയത്ത് ഗ്രാൻഡ് മോസ്ക് എങ്ങനെ ഉണ്ടാവും എന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് അപ്രതീക്ഷിതമായി പകൽ വന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ പോയിക്കോളാൻ പറഞ്ഞു അല്ലേ. ഇന്ന് പക്ഷേ എന്താണ് ഉള്ളിൽ കാണിക്കാൻ പറ്റും. എന്തായാലും അടിപൊളിയല്ലേ? നോക്കിയാൽ രാത്രിയിൽ നല്ല അന്തരീക്ഷം കേട്ടോ, നല്ല ചൂട് തുടങ്ങി. ഇവിടെ നല്ല ചൂട് തുടങ്ങി. പക്ഷേ ഇപ്പോൾ രാത്രിയിൽ പെട്ടെന്ന് ഒരു കാലാവസ്ഥ ചേഞ്ച് വന്നു. അടിപൊളി കാറ്റും ചെറിയ തണുപ്പും എല്ലാം കൂടെ കൂടിയിട്ട് നല്ല അന്തരീക്ഷം, ആരും ഇല്ലാത്താരും. അപ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാ ഞാൻ പറയാൻ കൊടുത്തത് കാരണം വെച്ചാൽ ഇത് പുണ്യ റമദാൻ മാസമാണ്. ഈ പുണ്യ റമദാൻ മാസത്തിൽ ഇന്ന് അവസാന ദിവസമാണ്. അപ്പോൾ പള്ളിയിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ശാന്തമായി ഇരിക്കുന്നു. എന്താ പറയുക, ഇപ്പം എന്താ പറയുക, പ്രാർത്ഥനയുടെ ഒരു നല്ലൊരു മൂഡിൽ എല്ലാവരും നാളെ ഈദ് ആഘോഷിക്കുന്ന തിരക്കിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഗ്രാൻഡ് മോസ്കിൻ്റെ പള്ളിയുടെ മുമ്പിൽ അല്ലേ, കുറേ കാലമായി വീഡിയോ ചെയ്യാത്ത സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആക്ച്വലി എന്താ പറയുക, വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ. പക്ഷേ ഇതാ തുടക്കം, അതായത് കുറച്ച് കാലത്തിന് ശേഷമുള്ള തുടക്കം, ഗ്രാൻഡ് മോസ്കിൻ്റെ മുമ്പ് തന്നെ വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ സത്യത്തിൽ നല്ലൊരു ഫീല്, നല്ലൊരു വൈബ്, ഒരു ആത്മീയതയുടെ സുഖമൊക്കെ കിട്ടുന്നു. എന്താ പറയുക, ഏതായാലും നിങ്ങൾക്കും ആ ഒരു ഫീൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും പുറത്തുനിന്ന് കാഴ്ചകൾ എടുത്തോളം, നേരത്തെ സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, പുറത്ത് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ എടുത്തോളം പറഞ്ഞു. രാത്രി, അന്ന് പകലാണേ, ഇപ്പം രാത്രിയിൽ ഗ്രാൻഡ് മോസ്ക്. അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് പോവാം. ഞാനിനി എന്താ പറയുക, രാത്രിയിലുള്ള ഗുജറ സിറ്റീൻ്റെ ഭാഗങ്ങളൊന്ന് കാണിക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് നമുക്ക് അതും കൂടി കാണാം. ഞാൻ കൂടുതൽ നടന്നിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇനി പിന്നീട് ഒരു അവസരത്തിൽ രാത്രിയിലുള്ള കുറേ കാഴ്ചകൾ കാണിക്കാം. ഗുജറയിലുള്ള കുറേ ഭാഗങ്ങൾ എനിക്ക് കാണിക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് തിരക്കും പിന്നെ ജോലി കയറിയ ആണല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് പെട്ടെന്ന് കുറേ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം വന്ന ഉടനെ കുറച്ച് ദുബായ് പോകുന്നതും ഗുജറയിലുള്ള ഗ്രാൻഡ് മോസ്കും അംബ്രല്ല ബീച്ചൊക്കെ അന്ന് കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ലീവിന് പറ്റുന്ന കുറച്ച് കാഴ്ചകൾ ബീച്ചുകളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കാം എന്തായാലും. ഗ്രാൻഡ് മോസ്കിൻ്റെ മുമ്പിൽ കുറച്ച് മുന്നോട്ട് നടന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൽ അല്ലാതെ ഞാൻ ഒന്ന് വെറുതെ നടക്കുകയാണ്. രാത്രിയിൽ ഗുജറയുടെ സിറ്റിയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ. ഇതൊരു സ്കൂളിൻ്റെ മുമ്പിലെ കൂടെ നടക്കുന്നത്. അതുപോലെ ബസ് ഇങ്ങനെ പാർക്ക് ചെയ്ത് ഒരു എന്താ രസമാണ്, ബസ് ഇങ്ങനെ കാണാൻ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ആണ്. അപ്പോൾ ഞാൻ ഗുജറയുടെ നമ്മളെ ഹൈവേ അല്ലാതെ കുറച്ച് സിറ്റീൻ്റെ ചെറിയ ഭാഗങ്ങൾ രാത്രിയിൽ എങ്ങനെയുണ്ട് നോക്കാമല്ലോ നമുക്ക്. ഞാൻ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു. ഒരു സംഭവം കാണിച്ചിട്ടെ, കണ്ട ഈ ബ്ലൂ ലൈൻ ഉണ്ടോ, ബ്ലൂ റെഡ് കണ്ടോ, റോഡ് മേലെ ബ്ലൂ കളർ അടിച്ച് കണ്ടോ. ഇത് സൈക്കിളുകാർക്ക് പോകേണ്ട വഴിയാണ്. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ ഫുജറ മുനിസിപ്പാലിറ്റീൻ്റെ മുമ്പിലേക്കൂടെ. ഇവിടെയാണ് ഫുജറ മുനിസിപ്പാലിറ്റി. ഗ്രാൻഡ് മോസ്കിൻ്റെ ഇതാ കാണുന്ന ഗ്രാൻഡ് മോസ്കിൻ്റെ മുമ്പിലാണ് ഫുജറ മുനിസിപ്പാലിറ്റി. അപ്പോൾ ആരെങ്കിലും അറിയില്ലെങ്കിൽ അത് ഇവിടെയാണ്. ഇവിടെയൊന്നും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, ഇതെല്ലാം സിഗ്നലല്ലേ അല്ലേ, സിഗ്നൽ കണ്ടോ. നമ്മളെ മോസ്ക് അതാ അവിടെ. സഫീർ മാർക്കറ്റ്, ഇങ്ങനെ ഓരോരോ
ഇതിൻ്റെയൊക്കെ എന്താ പറയുക വേണ്ട വലിയ ഷോപ്പിംഗ് മോൾ, ഇതേപോലത്തെ ഷോപ്പിംഗ് മോളൊക്കെ ആണ് ഓരോ ടാക്സിക്കാർക്കൊക്കെ സഫീറിൻ്റെ അടുത്ത് പോകണമെന്നൊക്കെ പറയാം. സഫീർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരിൽ ഈ സഫീർ മാർക്കറ്റിനെയാണ് സഫീർ എന്ന് പറഞ്ഞ സ്ഥലം അറിയപ്പെടുന്നത്. ഇതാണ് ഫുജറയിലെ സിറ്റിൻ്റെ ഉള്ള രാത്രി കാഴ്ചകൾ. അപ്പോൾ അതിൻ്റെ അടുത്ത് കണ്ടത് KFC, അതേപോലെ ഷവർമ കിട്ടുന്ന കൗണ്ടറുകളൊക്കെയാണ് അതൊക്കെ കാണുന്നത്. കസ്റ്റേരികളൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. നടന്ന് അങ്ങനെ ഹൈവേയിലെത്തി. അപ്പോൾ ഞാൻ പകലല്ലേ ഈ ഭാഗം കാണിച്ചിട്ടുള്ളൂ. രാത്രി ഇതാണ് നമ്മുടെ ഹൈവേയുടെ കാഴ്ചകൾ. ഫുജറയുടെ നമ്മൾ ദുബായ് റോഡാണ്, ഇങ്ങോട്ട് പോകുന്നതാണ് ദുബായ്. ഇത് ഫുജറയിലേക്ക് നമ്മൾ ബീച്ച് ഭാഗത്തേക്ക് പോകുന്ന റോഡ്. ഓക്കെ, രാത്രിയിൽ നോക്കിയട്ടെ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ അല്ലേ, ഇതിൻ്റെ തലേന്ന് എങ്ങനെയുണ്ട് ഫുജറ സിറ്റി, പിന്നെ മോസ്കിൻ്റെ ഭാഗങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് കാണിച്ചു. അപ്പോൾ രാത്രി ഫുജറ സിറ്റിയുടെ കാഴ്ചകൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അടിപൊളിയാവട്ടെ, ഇത് സൂപ്പറാവട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.